കടയിലൊക്കെ പോയിട്ട് വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന ബൗണ്ടി ബാർസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ. അപ്പോൾ 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് പാലൊക്കെ വെച്ചിട്ട് അതിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കുറുക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ, സിമ്പിളാണ്. അതിലേക്കൊരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ, കറക്റ്റ് വരുവാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ബോണ്ടി ബാർസിൻ്റെ ആ ഒരു ഷേപ്പിൽ, ഒരു ചതുരത്തിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ചെറിയ മിനി ബാർസ് ആയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഷേപ്പാക്കി എടുക്കുക കേട്ടോ ഞാൻ ചെയ്യണത്. ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ 9 എണ്ണം കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് മാറ്റി വെക്കാം, അതൊന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 100 ഗ്രാം കോമ്പൗണ്ട്, മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മിൽക്ക് കോമ്പൗണ്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മൈക്രോവേവ് ചെയ്തിട്ടാട്ടോ 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ട്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുക്കണം, ഒട്ടും കട്ടയില്ലാണ്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതുപോലെ നല്ല സ്മൂത്തായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കോക്കനട്ട് ബാർസ് എടുക്കുക, ഓരോന്ന് എടുക്കുക. എന്നിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ 2 ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് അതിൽ നിന്ന് എടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ബൗണ്ടിയുടെ മുകളിൽ ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയുക, ഒരു ഷേപ്പ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. നിർബന്ധമൊന്നുമില്ല, അത് പെട്ടെന്ന് കാണുമ്പോൾ ബൗണ്ടിയാന്ന് തോന്നിക്കാൻ രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം. എന്നിട്ട് ഇതുപോലെ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അരമണിക്കൂർ വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞിട്ടുള്ള ബോണ്ടി ബാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റിയുള്ളതായിട്ടാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.